നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല എനർജി ഉണ്ടാവും. എല്ലാം സപ്പോർട്ടീവ് ആയിരിക്കും, എൻകറേജിങ് ആയിരിക്കും. നമ്മുടെ ഗ്രാഫ് പതിയെ ഉയരാൻ തുടങ്ങും, ലൈഫ് മാറാൻ തുടങ്ങും, ഫ്രണ്ട്സ്, ഫാമിലി, കൊളീഗ്സ് അങ്ങനെ എല്ലാം ഓക്കെ ആയിരിക്കും. ബട്ട് ഒരു ദിവസം കാര്യങ്ങൾ പതിയെ മാറി തുടങ്ങും. നമ്മുടെ ചില പ്രൊജക്ട്സ് സ്റ്റക്ക് ആവും, ക്ലയൻറ്റ്സ് കുറയാൻ തുടങ്ങും, ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരും, ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും. നമ്മൾ കൈ പിടിച്ച് ഉയർത്തിയവർ വരെ കുറ്റം പറയാൻ തുടങ്ങും. അപ്പോഴാണ് റിയൽ ടെസ്റ്റ്. ഏതൊരു ബിസിനസ്സുകാരൻ്റെ ലൈഫിലും ഈ ഒരു ഫേസ് ഉണ്ട്, വേർ എവറിത്തിങ് ഗോസ് റോങ് അറ്റ് ദി സെയിം ടൈം. ഈ സമയത്ത് വേറെ ചില ആളുകളുടെ രസകരമായ ഒരു എൻട്രി ഉണ്ട്. ഈ സ്ട്രഗിളോ സ്റ്റോറിയോ ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കുറച്ച് ആളുകൾ. എന്നിട്ട് പറയും, ഈ ബിസിനസ് ഒന്നും നടപടിയാവില്ല. അവരത് പറയും, കാരണം അതാണ് അവരുടെ ബിസിനസ്. എവറി സക്സസ്ഫുൾ ബിസിനസ്മാൻ, എവറി സക്സസ്ഫുൾ കമ്പനി, അവരൊക്കെ ഈ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ട്. സ്റ്റീവ് ജോബ്സ് മുതൽ മാർക്ക് സക്കർബർഗ് വരെയുള്ള ആളുകൾ ഈ ഒരു ഫേസ് കടന്നുപോയവരാണ്. ഒരു ബിസിനസ്സുകാരൻ്റെ ലൈഫിൽ ഇതുപോലെയുള്ള കൊടുങ്കാറ്റും പേമാരികളൊക്കെ എപ്പോൾ വേണമെങ്കിലും വരും. ബട്ട് ഈ ഒരു കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ വിഷൻ കൂടുതൽ ക്ലിയർ ആവും. കൂടെ നിൽക്കുന്നവരെയും കൈവിട്ടവരെയും കുറ്റം പറയുന്നവരെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആൻഡ് all this struggle makes us even stronger. ഒരു ഫേമസ് അമേരിക്കൻ ഓൺട്രപ്രണറായ ബെൻ ഹൊറോവിറ്റ്സിൻ്റെ ദി ഹാർഡ് തിങ് അബൌട്ട് ഹാർഡ് തിങ്സ് എന്ന ബുക്കിൽ ഈ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിനെ കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയി പറഞ്ഞിട്ടുണ്ട്. ടുഡേ ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദിസ് സ്ട്രഗിൾ, റിമെമ്പർ ദിസ് വിൽ ഓൾസോ പാസ്. കീപ് മൂവിങ് വിത്ത് പേഷ്യൻസ്, വിത്ത് ഫെയ്ത്ത്.